സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണെന്നറിയോ? ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാകും. അല്ലാഹുവിന്റെ അടുക്കൽ ബഹുമാനം വേണോ? നല്ല തഖ്വയുള്ളവനാണോ? അല്ലാഹുവിന്റെ അടുക്കൽ അടുക്കണമെന്ന് ചിന്തിച്ചവനാണോ? റബ്ബിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ജീവിച്ചവനാണോ? ഇതല്ലാതെ നോട്ടമില്ല. പറയാണ്, അതുകൊണ്ട് മോനെ, നീ ഒരാളെയും ഗീബത്ത് പറയാൻ പാടില്ല. വലാ യഗ്തബ് ബഅ്ദുകും ബഅ്ദാ അയ്യുഹിബ്ബു അഹദുകും അൻ യഅകുല ലഹ്മ അഖീഹി മൈതാ. നീ ഇഷ്ടപ്പെടുന്നുണ്ടോ മറ്റുള്ളവന്റെ പച്ചയായ മാംസത്തെ തിന്നാൻ? പച്ചയായ മാംസത്തെ തിന്നാൻ നീ താല്പര്യപ്പെടുന്നുണ്ടോ? പരിശുദ്ധ ഖുർആൻ ചോദിക്കുകയാണ്. ഇല്ലേ മോനെ, വലാ യഗ്തബ് ബഅ്ദുകും ബഅ്ദാ. നീ ഒരാളെയും കുറ്റം പറഞ്ഞേക്കരുത്, ഒരാളെയും ചെറുതാക്കി കാണരുത്. ഇത് പറയുമ്പോ ഉമ്മമാരെ, നമ്മളെ മനസ്സിൽ തോന്നും നമ്മളാരെയും പറയാറില്ല, നമ്മളാരെയും പറയാറില്ല. ഇപ്പൊ ഗീബത്തിന്റെ ഒക്കെ മോഡല് മാറിപ്പോയി. മുമ്പ് കാലങ്ങളിലൊക്കെ ഗീബത്ത് പറയുന്നതിന്റെ രൂപമല്ല ഇപ്പൊ ഗീബത്ത് പറയുന്നതിന്റെ രൂപം. ഇപ്പൊ മാറിപ്പോയില്ലേ? ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ കൊതുകിനെ കുറിച്ച്. കൊതുക് നല്ല ഫാനുള്ള സ്ഥലത്ത് മുമ്പ് കാലങ്ങളിലൊന്നും കൊതുക് നിൽക്കാറില്ല എന്നിങ്ങനെ പറയുന്ന കേൾക്കലുണ്ട്. ഇപ്പൊ കൊതുക് എങ്ങനെയാ? നല്ല ഫാൻ ഉണ്ടാവും, മൂപ്പരും ഫാനിന്റെ കാറ്റും കൊണ്ടിട്ട് നല്ല സൂപ്പറായിട്ട് കടി തരും അല്ലേ? അങ്ങനെയൊക്കെ നമ്മളെ കൊതുകുകളൊക്കെ വികസിച്ചു പോയി. കാരണം നമ്മളെ ചോരയല്ലേ കുടിക്കുന്നത്, വികസിക്കാതിരിക്കൂലല്ലോ. ആ കൊതുകിന് പോലും വികസനം ഉണ്ടായി. ഇതുപോലെ ഗീബത്തിന് പോലും വികസനം ഉണ്ടായ ഒരു കാലാണ് ഇപ്പം നമ്മളെ കാലം. ഇപ്പൊ എങ്ങനെയാ ഗീബത്ത്? ഇപ്പൊ ഗീബത്ത് വാട്സപ്പ് ഗ്രൂപ്പിലാ. നേരിട്ട് പറയാനൊന്നും ആർക്കും നേരില്ല, എല്ലാവർക്കും തിരക്കാണ്. പക്ഷെ എല്ലാവർക്കും നേരുണ്ട് ഇവിടെ വാട്സപ്പ് ഗ്രൂപ്പിൽ. വാട്സപ്പ് ഗ്രൂപ്പ് സജീവാകണമെങ്കിൽ തന്നെ ഒരു ഗീബത്ത് വേണം, അപ്പോഴേ വാട്സപ്പ് ഗ്രൂപ്പ് സജീവാകും അല്ലേ? വാട്സപ്പ് ഗ്രൂപ്പ് ഒന്ന് സജീവായി കിട്ടണമെങ്കിൽ ഏതെങ്കിലും ഒരാളൊന്ന് എഴുതണം. ഏതെങ്കിലും ഒരാൾക്ക് ഒരു അമളി പറ്റിപ്പോയാൽ അതിന്റെ ഒരു വീഡിയോ കിട്ടിയാൽ അത് കൊണ്ടുപോയിട്ട് ഗ്രൂപ്പിലും കിട്ടാം. മാഷാ അല്ലാഹ്, എത്ര ആളാണ് റബ്ബേ! അപ്പോഴാണ് എല്ലാവരും മാഷാ അല്ലാഹ് ഗ്രൂപ്പ് സജീവായി പോയി അല്ലെ? ഗ്രൂപ്പ് വളരെ ജോറായി പോയി. എന്താ കാരണം? ഒരാളെ ഗീബത്ത് പറഞ്ഞു, അപ്പൊ എല്ലാവർക്കും നല്ല സന്തോഷമായി. എന്താ ഗീബത്ത്? അത് ചിലപ്പോ ഒന്നിരിക്കെ ഒരു ആക്സിഡന്റിന്റെ പിക്ചറായിരിക്കാം, അല്ലെങ്കിലോ ഒരുത്തൻ നടന്നു പോകുമ്പോ വീണതായിരിക്കാം, അല്ലെങ്കിലോ ട്രെയിന് കയറുമ്പോ കാല് തെറ്റിപ്പോയതായിരിക്കാം. ഇങ്ങനെയുള്ള ഏതോ ഒരാൾക്ക് പറ്റിയ ഒരു അമളി, അതിന്റെ വീഡിയോ ചിത്രം എടുത്തിട്ട് അയാൾക്ക് ഇഷ്ടപ്പെടാത്ത ഈ ചിത്രം ഇങ്ങനെ പ്രദർശിപ്പിക്കുന്നത്. അത് സ്റ്റിക്കറായിട്ടോ അല്ല വേറെ എന്തെങ്കിലും ആയിട്ടോ ഇങ്ങനെ അഴിച്ചു വിടുന്നേ. അത് നോക്കിയിട്ട് മാഷാ അല്ലാഹ് എന്തൊരു സന്തോഷം. അപ്പൊ എല്ലാരും ഗ്രൂപ്പിൽ വന്നുപോയി. ചിരിന്റെ സ്മൈലിന്റെ സ്റ്റിക്കർ ഇടാത്ത ആരുമില്ല, ചിരിക്കാത്ത ആരുമില്ല. മാഷാ അല്ലാഹ്, ചിലർ ഈ സമയമില്ല എന്ന് പറയുന്ന ഭയങ്കര തിരക്കുള്ളവരൊക്കെ ഭയങ്കര വോയിസ് ഒക്കെ വിടാൻ തുടങ്ങി. എന്താ കാരണം? ഒന്നുമില്ല, ഒരു ഗീബത്ത് വെച്ചു കൊടുത്തതാ. ആ വിറകങ്ങ് വെച്ചു കൊടുത്തപ്പോ മാഷാ അല്ലാഹ് ഗ്രൂപ്പ് എന്ത് സജീവാണ് എന്നറിയാം. എല്ലാരും സജീവായി പോയി. ഓ ഉമ്മമാരെ, അള്ളാന്റെ ഖുർആൻ പറയുന്നത് പച്ചയായ മാംസം തിന്നുന്നതാണ് അതിലും നല്ലത്. അള്ളാന്റെ അതേ ഖുർആൻ പറയാണ്, വലാ യഗ്തബ് ബഅ്ദുകും ബഅ്ദാ. മോനെ, നീ ഒരാളെയും ഗീബത്ത് പറയാൻ പാടില്ല, ഒരാളെയും മികഴ്ത്തി കാണാൻ പാടില്ല. ആരാണ് റബ്ബിന്റെ അടുക്കൽ വലുതെന്ന് പറയാൻ അറിയില്ല, ആരാണ് റബ്ബിന്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ളവരെന്ന് പറയാൻ കഴിയില്ല. ഇത് കൈയൊഴിക്കാത്ത കാലത്തോളം അവൻ ഇസ്തിഖാമത്തിലാണെന്ന് പറയാനൊക്കൂല. അഞ്ഞത്ത് കൈവച്ച് ചിന്തിച്ചു മുസ്ലിമേ, ഞാൻ ആരെങ്കിലും ഗീബത്ത് പറയാറുണ്ടോ? ചിലപ്പോ ചില ആളുകൾ ഗീബത്ത് പറയലാരെ? സ്വന്തം ഉമ്മാനെ. ആരോട്? ഭാര്യനോട്. മംഗലാപുരം ഭാഗത്തൊന്നും BC റോഡ് ഭാഗത്തൊന്നും അങ്ങനെയുള്ള സ്ത്രീകൾ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോ പറയുന്നില്ല. സ്വന്തം ഭർത്താവിന്റെ ബാപ്പനെ ഗീബത്ത് പറയുന്നു, സ്വന്തം ഭർത്താവിന്റെ ഉമ്മനെ ഗീബത്ത് പറയുന്നു. അത് കേട്ട് കൊടുത്തിട്ട് ഉമ്മനെയും ബാപ്പനെയും ധിക്കരിക്കുന്നു ചില മക്കള്. അങ്ങനെയുള്ള കുട്ടികളും അതുപോലുള്ള ഉമ്മമാരും ബാപ്പമാരൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോ പറയുന്നില്ല. ഓ എന്റെ ചെറുപ്പക്കാരാ, ബാപ്പന്റെ സമ്മതമില്ലാതെ ജീവിതത്തിൽ എവിടെയും ബറക്കത്തില്ല. നിങ്ങൾ കണ്ടില്ലേ, ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് യമനിൽ നിന്നൊരു ചെറുപ്പക്കാരൻ വന്നു. എന്തിനാ വന്നത് എന്നറിയോ? ഓ ഹബീബായ നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം, മക്കയിലും മദീനയിലുള്ള അങ്ങയുടെ സ്വഹാബത്തില്ലേ, അവർക്ക് വലിയ സൗഭാഗ്യമാണല്ലോ. അവരതാ ദീനിനെതിരെ പോരാടാൻ വരുന്ന ആളുകളോട് പ്രതിരോധം തീർക്കാൻ അങ്ങ് അവർക്ക് സമ്മതം കൊടുത്തിട്ടുണ്ടല്ലോ. എനിക്കും സമ്മതം തരുമോ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുമ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചോദ്യം ഹല്ലക അബുൻ, നിനക്ക് ബാപ്പുണ്ടോ, നിനക്ക് ഉമ്മണ്ടോ? അപ്പൊ ഇയാളെ മറുപടി നഅം യാ റസൂലല്ലാഹ്, ഉണ്ട്, എനിക്ക് വാപ്പയുണ്ട് ഉമ്മയുണ്ട് നബിയെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചോദ്യം, മോനെ അവർ രണ്ടാളും സമ്മതം തന്നതാണോ? നിനക്ക് ഇസ്ലാമിനെ നിലനിർത്താൻ വേണ്ടി ഇസ്ലാമികമായി ആരെങ്കിലും ഇസ്ലാമിനെ ആക്രമിക്കാൻ വരുമ്പോ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ കീഴിൽ നിന്ന് ഇസ്ലാമിന്റെ പ്രതിരോധം തീർക്കാൻ ബാപ്പയും ഉമ്മയും സമ്മതം തന്നതാണോ? അപ്പോൾ ഈ വന്ന സ്വഹാബിയുടെ മറുപടി ഇല്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫർജി, മടങ്ങി പോകണം. എവിടേക്ക് മടങ്ങി പോകണം? യമനിലേക്ക് തിരിച്ചു പോകണം. എന്റെ ബാപ്പയും ഉമ്മയും സമ്മതം തന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നിനക്കതിന് സമ്മതമുള്ളൂ എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ബാപ്പക്കും ഉമ്മക്കും ഇസ്ലാം നൽകുന്ന സ്ഥാനം എത്രയാണ്! മറ്റൊരു സംഭവത്തിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ചോദിക്കുന്നത്, നിനക്ക് എളാമുണ്ടോ മൂത്തുമ്മണ്ടോ? ഉണ്ടെങ്കിൽ അവരോട് സമ്മതം ചോദിക്കണം. നിങ്ങളെ ഭാഗത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ചില ഉമ്മാരുണ്ട് സ്വന്തം അനുജത്തിന്റെ കുറ്റം പറയും ആരോട്? സ്വന്തം മോനോട്. സ്വന്തം ചേട്ടത്തിന്റെ കുറ്റം പറയും ആരോട്? സ്വന്തം മോനോട്. ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ഉമ്മയാണ് ആ ഉമ്മാന്റെ ജ്യേഷ്ഠത്തി അനുജത്തി എന്നൊക്കെ പറയുന്നത്. അതുപോലെ ബാപ്പന്റെ ചേട്ടന്റെ കുറ്റം പറയുന്നു, ബാപ്പന്റെ അനുജന്റെ കുറ്റം പറയുന്നു. സ്വാഭാവികമായി മനുഷ്യർക്ക് സ്വാഭാവികമായ ചില പോരായ്മകൾ ഉണ്ടാകാം. അതൊക്കെ സ്വാഭാവികമാണ്. ആരും ഇവിടെ തികഞ്ഞവരില്ല. ഉണ്ടോ? അംബിയാ മുർസലീങ്ങളല്ലാതെ ഒരാളും ഇവിടെ തികഞ്ഞവരില്ല. അല്ലാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. ജീവിതത്തിൽ ഒരുപാട് പോരായ്മകൾ ഉണ്ടാകാം. ചെറിയ 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 പോരായ്മകൾ ഉണ്ടാകാം. ചിലപ്പോൾ പെട്ടെന്ന് ചൂടാകുന്ന ആളാകാം, ചിലപ്പോൾ പെട്ടെന്ന് പ്രതികരിക്കുന്ന ആളാകാം. പക്ഷെ ഏറ്റവും കൂടുതൽ ഹൃദയത്തിന്റെ ഉള്ളിൽ സ്നേഹമുള്ളതും ചിലപ്പോൾ അവർക്കാകാം. അത്തരം ചെറിയ ചെറിയ കാരണങ്ങളെ പേരില് ചിലപ്പോൾ പ്രായം ചെന്ന ഉമ്മാമ, ആ ഉമ്മാമക്ക് ചൂടുവെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് വെള്ളം കൊണ്ട കൊടുത്തിട്ട് ചൂട് കൂടിപ്പോയതിന്റെ പേരിൽ ഉമ്മാമ ദേഷ്യം പിടിച്ചിട്ടുണ്ടാകാം, ഉപ്പാപ്പ വെറുപ്പ് പിടിച്ചിട്ടുണ്ടാകാം. ഇതിന്റെ പേരിൽ സ്വന്തം ഭർത്താവിന്റെ ബാപ്പനെ കുറ്റം പറയുന്ന ചില ഉമ്മമാരി, സ്വന്തം ഭർത്താവിന്റെ ഉമ്മന്റെ കുറ്റം അതാ മക്കളോട് പറയുന്ന ചില ഉമ്മമാരി. ഓ എന്റെ വയല് കേൾക്കുന്ന ഉമ്മമാരി, ആ മക്കളെ മനസ്സിലെങ്ങാനും ഇകയത്തിയിട്ടൊരു വാക്ക് ബാപ്പനെ കുറിച്ചോ ബാപ്പനെ കുറിച്ചോ ഉമ്മാമനെ കുറിച്ചോ നമ്മളെ മക്കള് പറഞ്ഞാൽ അതിന്റെ ഭവിഷ്യത്ത് ആർക്കാണ് എന്നറിയോ? ഉമ്മാമക്ക് അല്ല, ഉപ്പാപ്പക്ക് അല്ല, മറിച്ച് ആർക്കാ അതിന്റെ ഭവിഷ്യത്ത് എന്നറിയോ? നമ്മളെ സ്വന്തം മക്കൾക്കാണ്. അതെങ്ങനെ മുസ്ലിയാരെ അങ്ങനെ സംഭവിക്കില്ല? തീ കൊണ്ട് ചൊറിഞ്ഞാൽ ആർക്കാണ് അതിന്റെ അപകടം? തീക്കൊള്ളിക്കാണോ? അല്ല, മറിച്ച് ആർക്കാ അപകടം? തീക്കൊള്ളിക്കല്ല, കൊള്ളി കൊണ്ട് ചൊറിയപ്പെടുന്നത് ആർക്കാണോ അവനിക്കാണ്. അവിടെ പിന്നെ നോട്ടമില്ല. തീക്കൊള്ളിയേക്കാൾ ഞാൻ വളരെ ദരിദ്രനാണ്, തീക്കൊള്ളി വളരെ ചെറുതാണ്, അത് വെറും തീപ്പെട്ടി കൊള്ളിയാണെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. തീയാണോ? തീയിൻ്റെതായ അപകടം അവിടെയുണ്ട്. ഇതുപോലെ സ്വന്തം ബാപ്പനെയും സ്വന്തം ഉപ്പാപ്പനെയും സ്വന്തം ഉമ്മാമനെയും ഈ കയറ്റിയിട്ട് നിന്റെ മകന്റെ നാവ് കൊണ്ടൊരു വാക്ക് പറഞ്ഞിട്ട് അവരെ മനസ്സിലൊരു വേദന സംഭവിച്ചു പോയാൽ അതിന്റെ പൂർണ്ണമായ ജീവിതത്തിലെ മോശത്തിന് ഉത്തരവാദി നീ നിന്റെ മകന്റെ മുന്നിൽ ആ ഉപ്പാപ്പനെ കയറ്റിയതാണ്, ഉമ്മാമനെ കുറവാക്കിയതാണ്. ഇരിക്കട്ടെ ഈമാനുള്ള വിശ്വാസികളെ, ഞാൻ ദീർഘിപ്പിച്ച് പറയുന്നില്ല. മഹാനായ അബുൽ ലൈസ് റഹിമഹുല്ലാഹ് 10ഓളം കാര്യങ്ങളാണ് ഇസ്തിഖാമത്തുണ്ടോ ഇല്ലയോ എന്നറിയാനുള്ള അടയാളങ്ങളായി പറഞ്ഞത്. അതിലൊന്നാമത്തേതാണ് മോനെ, ഒരാളെയും നീ ഗീബത്ത് പറയാൻ പാടില്ല.